എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഐസിംഗ് കേക്കിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് നമ്മൾ ബേക്കിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 5 മാസമായി. ഈ 5 മാസത്തിനിടയ്ക്ക് 8 ബാച്ചുകൾ നമുക്കുണ്ട്. ഇന്ന് 8 ബാച്ചുകളിലായിട്ട് കുട്ടികൾ ജോയിൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് സംരംഭമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതേപോലെ കുറേ പേര് വീട്ടിലിരുന്ന് തന്നെ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. പുറത്തെ കടകളിലൊക്കെ വിറ്റിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മുടെ ക്ലാസ് കൊണ്ട് ഉപകാരമായിട്ടുണ്ട്. ഒരു വരുമാന മാർഗം കണ്ടെത്താൻ ഏറ്റവും ഉതകുന്ന നല്ലൊരു ക്ലാസ് ആയിരുന്നു നമ്മുടേതെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പോൾ 500ഓളം കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഒരുപാട് നല്ല നല്ല സക്സസ് സ്റ്റോറികളാണ് അവർക്കൊക്കെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ക്ലാസ് ഒരു പാക്കേജ് ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഐസിംഗ് കേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഐസിംഗ് കേക്ക് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഐസിംഗ് കേക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, അറിയാത്ത കുട്ടികൾ ഇനിയും ഉണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് ചേച്ചി, അപ്പം ഞങ്ങൾക്കൊരു ഐസിംഗ് കേക്കിൻ്റെ ക്ലാസ് കൂടി വേണമെന്ന്. അങ്ങനെ അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഇടുന്നത്. ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ബേക്കിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കും, കാരണം ഇതിൽ കുറച്ച് അറിയുന്നവരും വരും, അറിയാത്തവരും ഒക്കെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവും. അറിയുന്നവർക്ക് വേറെ എന്തെങ്കിലും ടിപ്സ് ഒക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവരും കൂടി ജോയിൻ ആവും. പക്ഷേ ഈ ക്ലാസ് ഞാൻ തരുന്നത് തീരെ അറിയാത്ത തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ്. എങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് നല്ലൊരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് ചേച്ചി നിങ്ങളെ പഠിപ്പിച്ചു തരാം കേട്ടോ. ഈ കുറേ പേര് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ചേരാൻ പ്രായപരിധി ഉണ്ടോ, അതേപോലെ സ്ത്രീകൾക്ക് മാത്രമാണോ ചേർന്ന് പഠിക്കാൻ പറ്റുന്നത്? അങ്ങനെയൊന്നുമില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നമ്മുടെ ക്ലാസ്സിലേക്ക് ചേർന്ന് പഠിക്കാം. നമുക്ക് ഇതിനോട് താല്പര്യമുള്ള ആർക്കും ചേർന്ന് പഠിക്കാം. അതിൽ പ്രായപരിധി ഒന്നും ഇവിടെ കണക്കാക്കുന്നില്ല കേട്ടോ. ഏത് പ്രായക്കാർക്കും പഠിക്കാവുന്നതാണ്. നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്ന ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങാൻ വേണ്ടി നമുക്ക് കുറച്ചധികം ചിലവുകൾ വരും. ഓവനും കാര്യങ്ങളും മെഷീനും ഒക്കെ നമുക്ക് വേണ്ടി വരും. പക്ഷേ ഈ ഒരു ഐസിംഗ് കേക്കിൻ്റെ ക്ലാസ് പഠിച്ചിട്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി ചിലവുകളൊന്നും വരത്തില്ല. കാരണം നമുക്ക് എന്ത് വേണം? ഒരു ഓവൻ വേണം. നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ ഒരു ഓവൻ വേണം. ഇനി ഓവൻ ഇല്ലെങ്കിൽ സാധാരണ അലുമിനിയം പാത്രത്തിൽ ബേക്ക് ചെയ്താലും നമുക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഒരു ബീറ്ററും. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു വരുമാനം ഇതിലൂടെ കണ്ടെത്താൻ പറ്റും. എൻ്റെ ക്ലാസ്സിലുള്ള എത്ര കുട്ടികളാണെന്നറിയോ, പുറത്ത് വീട്ടുജോലിക്കൊക്കെ പോയി കഷ്ടപ്പെട്ട് ഉപജീവനം നടത്തുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ ഈ തൊഴിലൊക്കെ പഠിച്ച് അവർക്ക് നല്ല താല്പര്യം, നമുക്ക് ഈ തൊഴിൽ പഠിക്കാൻ ഒരു താല്പര്യം വേണം. എന്നാൽ മാത്രമല്ലേ നമുക്കത് ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കുക എന്നുള്ളതല്ല, നമുക്ക് താല്പര്യത്തോടെ വരണം. എന്നാലാണ് നമുക്ക് എന്തും പഠിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ആ കുട്ടികളൊക്കെ നമ്മുടെ ക്ലാസ്സിലേക്ക് ചേർന്ന് നല്ല ഇഷ്ടത്തോടെ തന്നെ പപ്സ്, ബ്രെഡ്, ബണ്ണ്, അതുപോലെ വിവിധ തരം കുക്കീസുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് സെയിൽ ചെയ്തിട്ട് അവർ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ഐസിംഗ് കേക്ക് ചെയ്യാൻ ഒത്തിരി ചിലവൊന്നും വേണ്ട. നമുക്ക് ഇതുപോലെ ഒരു ഓവനും ഒരു ബീറ്ററും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. ഒരു 5 കേക്കൊക്കെ നമുക്ക് ഒരു ദിവസം വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു കുടുംബത്തിനൊക്കെ സുഖമായിട്ട് ജീവിച്ച് പോകാനുള്ള വരുമാനം നമുക്ക് കിട്ടും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ തൊഴിലിനെ ഇഷ്ടപ്പെടുക. ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഐസിംഗ് കേക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ നിരന്തരം ശ്രമിച്ച് എക്സ്പീരിയൻസിലൂടെ വേണം നല്ലൊരു കേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് റോയൽ ഐസിംഗ് ഒക്കെ ചെയ്തിട്ടായിരുന്നു കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മുടെ മുട്ടയിൽ പഞ്ചസാര, ഈ കട്ടയായിട്ടുള്ള പഞ്ചസാരയുടെ ഒരു കേക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ? പണ്ട് കാലത്തൊക്കെ ഉണ്ടാവും. അത് നമ്മൾ മുട്ടയിലായിരുന്നു ഫ്ലവറൊക്കെ മുറിക്കുക. ഫ്ലവർ മുറിക്കുക എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക മുട്ട വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ രാത്രിയൊക്കെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാ ജോലികളൊക്കെ തീർന്ന് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ചെയ്ത് നേരം വെളുത്ത സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഫ്ലവർ അത് തെറ്റിപ്പോവും, പിന്നെ അത് കളയും, വീണ്ടും ചെയ്യും. അങ്ങനെ നേരം വെളുത്ത് കഴിയുമ്പോഴൊക്കെ, നേരം വെളുക്കുന്നത് നമ്മൾ അറിയേയില്ല. അപ്പോൾ അതിനോട് അത്രയും ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നേരം വെളുത്ത് കഴിയുമ്പോഴേക്കും ചെറിയൊരു ഫ്ലവർ, അത്ര നന്നായിട്ടില്ലെങ്കിൽ ഒരു ഫ്ലവറൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ അവർ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുമായിട്ട് കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചേച്ചി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ എക്സ്പീരിയൻസിലൂടെ ചെയ്ത് നല്ലൊരു ഹോം ബേക്കർ ആവുക കേട്ടോ. അപ്പം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ട്
ഓർഡറുകളൊക്കെ പിടിച്ച് ചെറിയൊരു ലൈസൻസ് രജിസ്ട്രേഷനൊക്കെ എടുത്ത് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാം. ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ കൊടുക്കാൻ നോക്കണം. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ട് ടേസ്റ്റ് കുറവാണെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വാങ്ങാനായിട്ട് വരില്ല. അവർ വേറെ സ്ഥലങ്ങളിൽ തേടിപ്പോകും. അപ്പോൾ എന്താ, നല്ല ടേസ്റ്റിൽ കൊടുക്കാൻ നോക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ല വിലയും വാങ്ങുക. വില വാങ്ങുക എന്ന് പറയുമ്പോൾ കൊല്ലുന്ന വില വാങ്ങണം എന്നല്ല ചേച്ചി പറയുന്നത്. നമുക്കറിയാലോ നമ്മൾ എത്ര സാധനങ്ങൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എല്ലാം നമുക്കറിയാലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു അത്യാവശ്യം നല്ല വില വാങ്ങുക. പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു വില കൂട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റൂല. വില കുറച്ച് കൂടിയാലും നല്ല സാധനങ്ങൾ എവിടെ കിട്ടുന്നോ അവിടേക്ക് കസ്റ്റമർ ഓടി വരും കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ചേച്ചിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ചേച്ചി നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങളെ നല്ലതായിട്ട് പഠിപ്പിച്ചെടുക്കും. അതിനുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പം നിങ്ങളും അതേപോലെ തന്നെ എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് നല്ല ഹോം ബേക്കറായിട്ട് പുതിയ ബേക്കറിയൊക്കെ തുടങ്ങി അങ്ങനെ ഒരു സംരംഭകരൊക്കെ ആയിട്ട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് എല്ലാ ബ്ലെസ്സിങ്സും നേർന്നുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ.